തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട് കാറ് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട വലിയതുറ സ്വദേശി ബേബി തന്റെ അനുഭവം പറഞ്ഞപ്പോൾ കേട്ടുനിന്നവരും ഒന്ന് വിതുമ്പി. തിരക്കേറിയ റോഡിലൂടെ യുവാവ് ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതിനിടെ കാറ് നിയന്ത്രണം വിട്ട് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി രോഗിയടക്കം 5 പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു. ജനറൽ ആശുപത്രി കവാടത്തോട് ചേർന്നുള്ള ഫുട്പാത്തിലായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ബ്രേക്കിനു പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്നും കാറിന് സാങ്കേതിക തകരാറില്ലെന്നും വാഹനം പരിശോധിച്ച RTO അജിത് കുമാർ പറഞ്ഞു. 2019 ലൈസൻസ് എടുത്ത വിഷ്ണുനാഥിന് വേണ്ടത്ര ഡ്രൈവിംഗ് വൈദഗ്ധ്യമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പനിക്ക് ചികിത്സ തേടിയെത്തിയ ആഞ്ജനേയനും ശിവപ്രിയയും റോഡ് കുറുകെ കടക്കാൻ നിന്നപ്പോഴാണ് പേട്ട പാറ്റൂർ റോഡിലൂടെ ജനറൽ ആശുപത്രി ഭാഗത്തേക്ക് അമിത വേഗത്തിൽ വന്ന കാർ അവരെ ഇടിച്ചു തെറിപ്പിച്ചത്. തൊട്ടടുത്ത് നടപ്പാതയിൽ നിന്ന ഓട്ടോ ഡ്രൈവർമാരെയും ഇടിച്ചു തെറിപ്പിച്ചു. നടപ്പാതയിലെ ഇരുമ്പുവേലിയും തകർത്തു. ആ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും ബേബി ഇന്നും ശരിയായിട്ടില്ല. തെറിച്ചുപോയി മക്കളെ, അവരെല്ലാം തെറിച്ചുപോയി. ഓട്ടോക്കാരും നടന്നു വന്നവരും ദൂരേക്ക് തെറിച്ചു വീണു. കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കുറച്ചു മുൻപായിരുന്നേൽ താനും വീണേനെ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബേബി പറയുന്നത്. ഓട്ടോക്കാരന്റെ അടുത്തു നിന്നും നിമിഷങ്ങൾക്ക് മുൻപാണ് ബേബി മുന്നോട്ട് നീങ്ങിയത്. തൊട്ടു പിന്നാലെയുണ്ടായ ഭയാനകമായ ശബ്ദം കേട്ടാണ് വലിയതുറ സ്വദേശിയായ ബേബി തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് കണ്ടത് എന്ന് പറയുമ്പോഴും താൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ പേടി അന്നേരവും മാറിയിട്ടുണ്ടായിരുന്നില്ല. നിമിഷ നേരത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ബേബി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. റോഡിൽ അങ്ങിങ്ങുമായി തെറിച്ചു വീണവരുടെ ശരീരങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചു നിൽക്കുകയാണ് ബേബി. 5 അടി തികച്ചു വെച്ചില്ല. അപ്പോഴാണ് ആ ഇടി. തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെയെന്നറിയില്ല. അവരെല്ലാം തെറിച്ചു വീഴുന്നു. പ്രയാസപ്പെട്ട് ഓടി മാറി. കാലുരഞ്ഞു കീറിയിട്ടും ആ വേദന അറിഞ്ഞില്ല. ജനറൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞു മടങ്ങാനാണ് ബേബി അപകടത്തിൽപ്പെട്ട ഷാഫിയുടെ ഓട്ടോയുടെ അടുത്തേക്ക് വന്നത്. വലിയതുറയിലേക്ക് പോകാൻ 150 രൂപയാകുമെന്ന് ഷാഫി പറഞ്ഞപ്പോൾ തിരിഞ്ഞു നടന്നതാണവർ. കയ്യിൽ 50 രൂപയുടെ കുറവ് കാരണം ബേബി ഓട്ടോ ഉപേക്ഷിച്ച് മുന്നോട്ടു നീങ്ങിയതും ആ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. ആദ്യ നിമിഷം ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നാണ് 4-5 പേർ തെറിച്ചു വീണ് കിടക്കുന്നത് കാണുന്നത്. കണ്ണാശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ജനറൽ ആശുപത്രിയുടെ ആദ്യ ഗേറ്റിനു മുന്നിലെ റോഡിലൂടെ നടന്നു വരികയായിരുന്ന പെൺകുട്ടി ജനറൽ ആശുപത്രിയുടെ 2ാം ഗേറ്റിന്റെ അടുത്തേക്ക് തെറിച്ചു വീണു. ഏതാണ്ട് 20ഓളം മീറ്റർ അകലെ. ഒപ്പമുണ്ടായിരുന്ന യുവാവും ആശുപത്രി ഗേറ്റിനു മുന്നിൽ വീണു. നടപ്പാതയിൽ നിന്നിരുന്ന 3 ഓട്ടോ ഡ്രൈവർമാരും ഇടിയുടെ ആഘാതത്തിൽ പലയിടത്തായി തെറിച്ചു വീണു. ഓടിക്കൂടിയവർ പരിക്കേറ്റവരെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഇതെല്ലാം ഓർത്തെടുക്കുമ്പോൾ അപകടത്തിന്റെ ഞെട്ടൽ ബേബിയെ വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല.